14 മാസങ്ങൾക്ക് ശേഷം രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ക്രിക്കറ്റിലെ ഏറ്റവും ചെറിയ ഫോർമാറ്റിലായിട്ടുള്ള T20 ക്രിക്കറ്റിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അതും ഈ വേൾഡ് കപ്പിന്റെ ഈ ഒരു സമയത്ത് വേൾഡ് കപ്പിന്റെ നമുക്കിപ്പം ഏകദേശം ഉറപ്പാണ് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഉണ്ടാകും എന്നുള്ള കാര്യം. ഈ ഒരു ഇത്രയും ഇടവേളയ്ക്ക് ശേഷം അവര് എന്തുകൊണ്ട് ടീമിൽ എടുത്തു? അവർ T20 കളിക്കുന്നതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള 2 പ്ലെയർ ആണ് എന്നതാണോ അതിനകത്ത് ഏറ്റവും വലിയൊരു കാരണം? അതല്ലാണ്ട് അതിനകത്ത് വേറെ എന്തെങ്കിലും കാരണമുണ്ടോ? ഇതാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ എന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മൾ ക്രിക്കറ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പല വീഡിയോസും നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇൻട്രസ്റ്റിംഗ് ആക്കി മാറ്റാനുള്ള അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് കണ്ടന്റുകളൊക്കെ ആയിരിക്കും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതൊക്കെ. കാരണം നമുക്കറിയാം ഇപ്പം ഒത്തിരി മികച്ച ചാനൽസ് നമുക്കുണ്ട്. ക്രിക്കറ്റിന്റെ റിവ്യൂസ് പറയുന്ന ആളിലും നമുക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മികച്ചു നിൽക്കുന്ന നമ്മുടെ റാഫ്റ്റോ ക്രിക്കറ്റ്, അദ്ദേഹം വളരെ മികച്ച രീതിയിൽ അത്രയും അധ്വാനിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും എല്ലാ ഡീറ്റെയിൽസും നമ്മളിലോട്ട് എത്തിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്നൊക്കെ പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മൾ വളരെ വ്യത്യസ്തമായിട്ട് തന്നെ വീഡിയോകൾ ചെയ്യാൻ ശ്രമിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വ്യത്യസ്തതയിലൂടെ വീഡിയോകളൊക്കെ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനകത്തൊക്കെ ഏറ്റവും കൂടുതൽ വേണ്ടത് നിങ്ങളുടെ സപ്പോർട്ടാണ്. അപ്പം എന്തായാലും അതിനകത്ത് നിങ്ങളെ നിരുത്സാഹപ്പെടുത്തത്തില്ല എന്നുള്ളൊരു വിശ്വാസവും ഉറപ്പും എനിക്കുണ്ട്. അപ്പം അങ്ങനെ തന്നെ നമ്മളെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ. അപ്പം എന്തായാലും ഇനിയും നമുക്ക് IPL-ഉം അതുപോലെ തന്നെ ക്രിക്കറ്റ് വേൾഡ് കപ്പ് T20 വേൾഡ് കപ്പ് ഒക്കെ വരാനിരിക്കുന്നുണ്ട്. അപ്പം മികച്ച രീതിയിലുള്ള റിവ്യൂസും റിയാക്ഷനും ഒക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇതെങ്ങനെയുണ്ട് എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ ഒരു കുറച്ച് നാളത്തേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അൺസബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ പൊക്കോളൂ. അല്ലാത്ത പക്ഷം നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യാം. അപ്പം നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് എന്തുകൊണ്ട് വിരാട് കോഹ്ലിയും അല്ലെങ്കിൽ രോഹിത് ശർമ്മയും ഇങ്ങനൊരു ഇത്രയും ഗ്യാപ്പുകൾക്ക് ശേഷം T20 വേൾഡ് കപ്പിലോട്ട് കളിക്കാനായിട്ട് അവരെ ക്ഷണിച്ചു, അല്ലെങ്കിൽ അവർക്ക് പ്ലേയിങ് ലെവലിൽ ഈ അഫ്ഗാനിസ്ഥാനോട്ട് ആയിട്ടുള്ള മത്സരത്തിൽ എന്തുകൊണ്ട് അവരെ എടുത്തു, അതിന്റെ പിന്നിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഏറ്റവും ഇപ്പം നമുക്കറിയാം അവർക്ക് അവര് ഏകദേശം കരിയറിന്റെ അവസാന ഘട്ടത്തിലാണ്. നല്ല പ്രായമായി 36-37 വയസ്സൊക്കെ ആയി വരുന്നു. അപ്പം ആ ഒരു സാഹചര്യത്തിൽ നമ്മളെ സംബന്ധിച്ച്, നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച് നമുക്ക് ഇഷ്ടം പോലെ പ്ലേയേഴ്സ് അവൈലബിൾ ആണ് അല്ലെ. നമുക്കിപ്പോൾ IPL ഉള്ളത് കൊണ്ട് തന്നെയും ഇന്ത്യയിൽ ഇത്രയും കോടികൾ ഉള്ളത് കൊണ്ട് തന്നെയും അതിനകത്തു നിന്നൊക്കെ മറ്റേതൊരു രാജ്യത്തിന് കിട്ടുന്നതിനെക്കാട്ടിലും കൂടുതലായിട്ടുള്ള സ്കില്ലുകളുള്ള പല ഡിഫറെന്റ് സ്കില്ലുകളുള്ള പ്ലേയേഴ്സിന് നമുക്ക് അവൈലബിൾ ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇവരെക്കാട്ടിലും നല്ലപോലെ കളിക്കുന്ന പ്ലേയേഴ്സ് T20 പ്ലേയേഴ്സ് ഉണ്ട്, ഇല്ലെന്നുള്ളതല്ല. ഇപ്പൊ നമുക്കറിയാം രോഹിത് ശർമ്മ ആണെങ്കിലും അത്ര കൺസിസ്റ്റന്റ് അല്ല, അല്ലെങ്കിൽ ഇപ്പൊ ഏതെങ്കിലും കളികൾ കളിച്ചാലും അത്രയും കൺസിസ്റ്റന്റ് ആണെന്ന് പറയാൻ പറ്റില്ല. വിരാട് കോഹ്ലി ഒരു സ്ലോ പേസ് മെയിൻറ്റെയിൻ ചെയ്ത ഒരാളാണ്. അപ്പം ഇവരെ രണ്ടുപേരെ മാറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ നല്ല തീ പോലെ നിൽക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുന്ന രണ്ടുപേരെ തീർച്ചയായിട്ടും കിട്ടത്തില്ല എന്നുള്ളതല്ല. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ട് അവരെ ടീമിൽ തിരിച്ചെത്തിച്ചു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഒന്ന് അവരുടെ കളികൾ കൊണ്ട് തന്നെയാണ്, അതിനകത്ത് യാതൊരു സംശയമില്ല. നമുക്കറിയാം രണ്ടുപേരും ഇപ്പൊ കഴിഞ്ഞ പാകിസ്ഥാനായിട്ടുള്ള നമ്മുടെ വേൾഡ് കപ്പ് മത്സരത്തിൽ T20 വേൾഡ് കപ്പ് മത്സരത്തിൽ വിരാട് കോഹ്ലി കളിച്ച ഇന്നിങ്സ് എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, എന്നും നമുക്ക് രോമാഞ്ചം ഉണ്ടാക്കുന്ന തരത്തിലുള്ളൊരു ഇന്നിങ്സ് ആണ്. അതുപോലെ തന്നെ രോഹിത് ശർമ്മ ആണെങ്കിൽ നമുക്കറിയാം ഈ വേൾഡ് കപ്പിലൊക്കെ അദ്ദേഹം കൊടുക്കുന്ന ഒരു പവർ പാക്ക് സ്റ്റാർട്ട് ഉണ്ടല്ലോ, അതിന്റെ ഒരു ബലം ബാക്കിയുള്ളവർക്ക് കിട്ടുന്ന ആ ഒരു ബലം ഉണ്ടല്ലോ, അത് ചെറിയൊരു കാര്യമല്ല. അപ്പം തീർച്ചയായിട്ടും അവരുടെ സ്കില്ല് അതിനകത്ത് ഒരു കാര്യം തന്നെയാണ്. അല്ലാണ്ട് ഒരു ഇതും ഇല്ലാണ്ട് ചുമ്മാ എടുത്തിടാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും ക്യാപ്റ്റൻസിയിൽ രോഹിത് ശർമ്മയ്ക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു സ്ഥാനമുണ്ട്, പ്രസക്തിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും ഏറ്റവും പ്രസക്തമായിട്ടുള്ള മറ്റൊരു കാര്യമുണ്ട്. നമ്മളൊക്കെയും പലപ്പോഴും നമ്മൾ അത് ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമുണ്ട്. 2 കാര്യങ്ങൾ കൊണ്ടാണ് പ്രധാനമായിട്ടും വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും തീർച്ചയായിട്ടും ഈ ഒരു സ്കോഡിലോട്ട് അല്ലെങ്കിൽ T20 കളിപ്പിക്കാൻ, വേൾഡ് കപ്പ് കളിപ്പിക്കാനായിട്ടുള്ള ശ്രമത്തിൽ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് സ്പോൺസർഷിപ്പും അതുപോലെ തന്നെ ആരാധകരും. നമുക്കറിയാം ഈ ഒരു മത്സരങ്ങൾ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഇല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു കണക്കെടുക്കുകയാണ്. ഒരു 5 ലക്ഷം പേര്, അല്ലെങ്കിൽ ഒരു ചെറിയ കണക്കാണ് കേട്ടോ, നമ്മളൊരു എക്സാമ്പിൾ മാത്രമാണ് പറയുന്നത്. ഒപ്പോട്ടെ ഒരു 10 ലക്ഷം പേര് സാധാരണ വേൾഡ് കപ്പുകളൊക്കെ കാണാൻ ആവറേജ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇവർ രണ്ടുപേരുടെ അഭാവം ഉണ്ടെങ്കിൽ അതൊരു 5 ലക്ഷമായിട്ട് കുറയാൻ സാധ്യതയുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട കാരണം. ഏത് രാജ്യത്ത് നടക്കുന്ന വേൾഡ് കപ്പ് ആണെങ്കിലും വിരാട് കോഹ്ലിയോ രോഹിത് ശർമ്മയോ ഇല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് തീർച്ചയായിട്ടും വ്യൂവർഷിപ്പിനകത്ത് ഉണ്ടാകും, അതുപോലെ തന്നെ ലാഭത്തിനകത്ത് ഉണ്ടാകും. അല്ലെങ്കിൽ സ്പോൺസർമാരൊക്കെ എന്ത് ബലത്തിലാണ് സ്പോൺസർ ചെയ്യുന്നത്, എല്ലാത്തിൻ്റെയും ഇപ്പം ഏത് രാജ്യത്തിലും നമ്മുടെ
വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും ആരാധകരുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു അവരുടെ ഒരു അഭാവം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവരുടെ റേറ്റിംഗ് വളരെ കുറയ്ക്കാനായിട്ട്, അതിപ്പോൾ എത്ര വലിയ വേൾഡ് കപ്പ് ആണെങ്കിലും അവരില്ലെങ്കിൽ അവരുടെ ആ ഒരു റേറ്റിംഗ്, ഇപ്പോൾ ചാനൽ ഇപ്പം ഹോട്ട്സ്റ്റാറിലാണ് ഇതിപ്പം കളി നടക്കുന്നത് നിൽക്കട്ടെ, അല്ലെങ്കിൽ ജിയോ സിനിമയിലാണ് കളി നടക്കുന്നത് നിൽക്കട്ടെ, അവർ പോലും പ്രിഫർ ചെയ്യുന്നൊരു കാര്യമാണ് അല്ലെങ്കിൽ എന്താ പറയുക രോഹിത് ശർമ്മ അല്ലെങ്കിൽ വിരാട് കോഹ്ലി വേണം എന്നുള്ളത്. കാരണം അല്ലാത്ത പക്ഷം അവർക്ക് വളരെ നഷ്ടമുള്ളൊരു കാര്യമായിരിക്കും. അതുപോലെ തന്നെ ഇപ്പം എന്തൊരു കാര്യത്തിനും സ്പോൺസർ ചെയ്യുന്നത്, ഇപ്പോൾ ഇന്ത്യൻ ടീമിനെ സ്പോൺസർ ചെയ്യുന്ന ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേൾഡ് കപ്പിനെ സ്പോൺസർ ചെയ്യുന്ന ആയിക്കോട്ടെ, എല്ലാത്തിനാണെങ്കിലും എന്താ പറയുന്നത് അവരൊക്കെയും ആഗ്രഹിക്കുന്നത് നല്ല വ്യൂഷിപ്പ് കിട്ടണം. നല്ല വ്യൂഷിപ്പ് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും എന്താ പറയുന്നത്, ഇപ്പോൾ വേൾഡ് വൈഡ് ആയിട്ടുള്ളൊരു ക്രിക്കറ്റ് കണക്കെടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് പകുതിയെങ്കിലും രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഒക്കെ കാണാനും അവരുടെ കളികൾ കാണാനൊക്കെ ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതലും. ഇപ്പോൾ ഒരു പാകിസ്ഥാൻ വേഴ്സസ് ഇന്ത്യ മത്സരം വന്നാൽ പോലും അത്രയും ഒരു ആരാധന കൂട്ടം അവിടെ ഉണ്ടാകാൻ വഴിയില്ല. അതിപ്പം ഓൺലൈനിലായിക്കോട്ടെ അല്ലെങ്കിൽ ഗ്രൗണ്ടുകളിലായിക്കോട്ടെ ഉണ്ടാകാൻ വഴിയില്ല. അപ്പം ആരാധകരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം. അല്ലാത്ത പക്ഷം നല്ല സക്സസ്ഫുൾ ആയിട്ട് ഈ വേൾഡ് കപ്പ് എവിടോ ഏതോ വേൾഡ് കപ്പ് നടക്കുന്നു എന്നുള്ളതിന് മാത്രം ന്യൂസുകളിൽ നമ്മൾ എന്തെങ്കിലും കണ്ടാൽ മാത്രം അത്രയും ഒരു പ്രാധാന്യമേ അതിന് ലഭിക്കാൻ സാധ്യതയുള്ളൂ ഇവർ രണ്ടുപേരും പോയി കഴിഞ്ഞാൽ, ശരിയല്ലേ? അപ്പം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പം എന്തായാലും അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും ഒക്കെ ഒരു പ്ലസ് തന്നെയാണ്. കാരണം ഇത്രയും സിൻസിയറായിട്ട് സ്നേഹിക്കുന്ന ആരാധകരുണ്ട് അവർക്ക് രണ്ടുപേർക്കും. എന്താ പറയുന്നത്, അത്രത്തോളം പ്രാധാന്യം ക്രിക്കറ്റിലുണ്ട്. ക്രിക്കറ്റിൽ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിൽ മാത്രമല്ല എല്ലാ ക്രിക്കറ്റിലും. ഇപ്പം വേറൊരു രാജ്യമായിട്ട് ഇപ്പോൾ ഓസ്ട്രേലിയയായിട്ടൊരു മത്സരം നടക്കുന്നു, അവിടെ അവർക്ക് ഏറ്റവും നല്ലൊരു ഇത് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ വ്യൂഷിപ്പ് കിട്ടണമെങ്കിൽ ആ സ്കോഡിൽ, ഇന്ത്യയുടെ സ്കോഡിൽ അവർക്കെതിരായിട്ട് വിരാട് കോഹ്ലിയോ രോഹിത് ശർമ്മയൊക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ അവർക്ക് നല്ല ശതമാനത്തോളം ഒരു ഇമ്പാക്റ്റ് അവരുടെ ചാനലുകളിൽ തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മുടെ ഇന്ത്യയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പം അതൊക്കെ കൊണ്ടാണ് ഇങ്ങനൊരു ഡിസിഷൻ എന്തായാലും ഉണ്ടാകാൻ കാര്യം. എന്തായാലും നമുക്കെന്തായാലും സന്തോഷിക്കാനുള്ള കാര്യം തന്നെയാണ്. കാരണം നമ്മുടെ രോഹിത് ശർമ്മയും നമ്മുടെ വിരാട് കോഹ്ലിയും ഡിസപ്പോയിന്റഡ് ആക്കില്ല എന്നുള്ളൊരു നല്ലൊരു ഉറപ്പ് നമുക്കുണ്ട്. അത് മാത്രമല്ല ഇവരൊക്കെ പടി ഇറങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു വേൾഡ് കപ്പ് ഇവരുടെ പേരിൽ ഉണ്ടായിരിക്കാം എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് രോഹിത് ശർമ്മയ്ക്കാണെങ്കിലും എന്താ പറയുന്നത്, അങ്ങനൊരു ഒരു ക്യാപ്റ്റൻ. അപ്പം നമ്മുടെ വേൾഡ് കപ്പ് ODI വേൾഡ് കപ്പ് ഒരൊറ്റ മത്സരത്തിൽ ആ ഒരു ഫൈനൽ മാത്രം കൊണ്ടാണ് നമുക്കത് നഷ്ടമായിട്ട് പോയത്. അപ്പം ആ ഒരു വേൾഡ് കപ്പ് കിട്ടി അങ്ങനെ പടി ഇറങ്ങാനാണ് ഏറ്റവും കൂടുതലും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അതാണ് കാലം കാത്തുവെക്കുന്ന ഒരു ഹോണർ, ശരിക്കും പറഞ്ഞാൽ അതായിരിക്കും. അപ്പോൾ നമ്മളെല്ലാം അതിനകത്ത് പ്രതീക്ഷിക്കുന്ന, ഹോപ്പ് ചെയ്യുന്നു. ഓക്കെ, എന്തായാലും നമുക്ക് ആ മത്സരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാം. ഇപ്പം അഫ്ഗാനിസ്ഥാനിലുള്ള മത്സരം അടുത്ത ദിവസം നടക്കാൻ പോവുകയാണ്. വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ഒരിക്കൽ കൂടി എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കട്ടെ. നമുക്ക് എന്തായാലും മനോഹരമായിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.